നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീയൊക്കെ ഞങ്ങളെ തേച്ചല്ലേടി? തേക്കാൻ ഒരു ഭിത്തി കിട്ടിയ ഞങ്ങൾ തേക്കും. എന്താണ് നിന്റെ പ്രശ്നം? നിന്റെ പ്രശ്നങ്ങളെല്ലാം റീന മാമിന്റെ മുമ്പിൽ തീർത്തല്ലേ? അവിടെ വെച്ച് നിന്റെയൊക്കെ നാവ് വിഴുങ്ങിപ്പോയ അവസ്ഥയായിരുന്നല്ലോ. ഞങ്ങള് പാൽപാത്രം എടുത്തുന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ? പേരും കള്ളി. നടക്കാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു? നടക്കാത്ത കാര്യങ്ങൾ നിങ്ങക്ക് തെളിയിക്കാൻ പറ്റാത്ത എന്താ? ഒരു കാര്യം ഞങ്ങക്ക് മനസ്സിലായി. ആരോ പുറത്ത് പാൽപാത്രം കൊണ്ടിട്ടിട്ട് ഞങ്ങളുടെ പെടലിക്ക് വെക്കാൻ നോക്കിയതാ. സത്യം പറ, ആരാ പാൽപാത്രം പുറത്തു കൊണ്ടിട്ട? നിങ്ങളാണോ? അപ്പൊ നിങ്ങളല്ലേ പാൽപാത്രം പുറത്തു കൊണ്ടിട്ടത്? പിന്നെ ആരാ? ഞങ്ങൾ പാൽപാത്രം എടുത്തിട്ടില്ല. അത് പുറത്തു കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടുമില്ല. പാൽപാത്രം എടുത്തോണ്ട് പോയ ആളിനെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ അതിന് മറുപടി തരണം. പാൽപാത്രം നിങ്ങളാണല്ലോ എടുത്തോണ്ട് പോയത്. യു മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാതെടി. നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. നീ ആരാ ഞങ്ങളെ തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ? അല്ല, നിനക്ക് പോലീസിൽ ജോലി കിട്ടിയോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചെയ്യാത്ത കുറ്റമാ നീയൊക്കെ കള്ളസാക്ഷികളായി ഞങ്ങളുടെ മേലെ കെട്ടിവെച്ചത്. ഇതേ അവസ്ഥ നിങ്ങൾക്കും ഇവിടെ വരും. അന്നും ഇതുപോലെ നിങ്ങളിൽ നിന്ന് വിഷമിക്കും. അപ്പൊ നിങ്ങൾ ശരിക്കും വിഷമിച്ചല്ലേ? ആണോ? ഒന്നും ചെയ്യാതിരുന്ന വിഷമിക്കാതിരിക്കായിരുന്നു. എടി, അധികം വിളയാതെ. നിങ്ങളും അധികം വിളയണ്ട. വിളഞ്ഞ ഇതുപോലെ ഞങ്ങള് വിളവെടുക്കും. നിങ്ങൾ അവസരം മുതലെടുത്ത് ഈ പ്രശ്നം ഞങ്ങൾക്കെതിരെ തിരിച്ചെന്ന് കരുതി ഞങ്ങൾ തളർന്നു പോയിട്ടൊന്നുമില്ല. ഇതിന് തിരിച്ചടി തന്നില്ലെങ്കിൽ ഞാൻ അലീന ഫെർണാണ്ടസ് അല്ല. പേര് മാറ്റുന്ന കാര്യം ഇപ്പോഴേ പറയണോ? തിരിച്ചടി തരാൻ ഇനി കഴിയാതെ പോയാലോ? ഞങ്ങളുടെ തിരിച്ചടി കിട്ടിയവരൊക്കെ ഇപ്പോഴും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഓ, അവരെ കാണുമ്പോഴേ ഒന്ന് ചോദിച്ചാ മതി. ആ പിള്ളേരുടെ കോണ്ടാക്ട് ലിസ്റ്റ് തന്നാലേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിച്ചു ചോദിക്കാം. ചേച്ചിയുടെ ലീലാവിലാസങ്ങൾ അറിയാൻ. നിർത്തടി. സീനിയേഴ്സിനോടാണോ നിന്റെ കളി? നീ അധികം അങ്ങ് ഒച്ച വെക്കല്ലേ. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന അന്ന് മുതൽ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാനും വരട്ടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്നിട്ടിപ്പോ പേടിച്ചതും വരേണ്ടതും ഒക്കെ ആരാ? ഞങ്ങൾ അതൊന്നും കണ്ട് പേടിച്ചിട്ടില്ല. എന്നിട്ടാണോ ഇവൾക്ക് പനി വന്ന് കിടുങ്ങി വിറച്ചത്? ഇപ്പോഴിവളുടെ നെഞ്ചിനകത്തൊരു ബാൻഡ് മേളം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാൽക്കാരൻ ഗോസ്റ്റിന്റെ കളി ഇനിയും ഇതിനകത്ത് നടക്കില്ല. അതെന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ആ ബിസിനസ് ഇതിനകത്ത് നടക്കില്ല. നടത്താനേ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഈ ഹോസ്റ്റലിന്റെ പിറകിലൂടെ ഇവിടെ ഒരുത്തൻ വന്നത് എന്തിനാണെന്ന് കൂടി ഞങ്ങൾ തെളിയിച്ച നിന്റെയൊക്കെ കട്ടയും പടവും എടുക്കേണ്ടി വരും. ഓർത്തോ? അതെ, അന്റെ സുന്ദരികളോട് മുട്ടാൻ നീ ഒന്നും ആയിട്ടില്ല മക്കളെ. മുട്ടാൻ പാകാവുമ്പോ വന്നു നോക്കാം, മുട്ടി നോക്കാം. പറഞ്ഞത് മനസ്സിലായില്ലേ? വെറുതെ പണി കൊടുത്ത് പണിയെരുന്ന് വാങ്ങിക്കരുത്. വാ, നിക്കടി. ഹൗസ് ക്യാപ്റ്റൻ ആണെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. നിന്റെ ക്യാപ്റ്റൻസി തെറിപ്പിച്ചിരിക്കും. ആദ്യമേ നീ നിന്റെ താമസം ഇവിടെ ഉറപ്പാക്ക. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി തെറിപ്പിക്കാം. വാടി. അഞ്ച് സുന്ദരികള് നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് ഇവിടെ കയറി വന്നവര് നമുക്കിട്ട് പണി തന്നിരിക്കുക. അഞ്ചിനും തിരിച്ചു കൊടുക്കണം പണി. തിരിച്ചടി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പുണ്ടാവില്ല. എത്ര നൈസായിട്ടാണ് അവളുമാര് നമ്മളെ തേച്ചൊട്ടിച്ചത്. നമുക്കെതിരായി നിന്ന ഒരു സാഹചര്യം അവര് വേണ്ടതുപോലെ ഉപയോഗിച്ചു. അതാ നടന്നത്. പറഞ്ഞതെല്ലാം പച്ച കള്ളമല്ലേ? റീനാമ്മ നമ്മളെ സംശയിച്ചു. എന്റെ സംശയം അതല്ല. സ്റ്റോർ റൂമിലെ പാൽപാത്രം എങ്ങനെയാ പുറത്തു വന്നത്? 5 സുന്ദരികൾ തന്നെയാവും അതവിടെ നിന്ന് എടുത്തത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി കണ്ട പാൽക്കാരൻ റിയൽ ആയിരുന്നോ? അത് ഗോസ്റ്റ് ഒന്നും അല്ലല്ലോ. നീ കണ്ടത് പാൽക്കാരനെയാ.
പക്ഷെ അത് ഗോസ്റ്റ് അല്ല. നമ്മളെ ഭയപ്പെടുത്താനായി 5 സുന്ദരികൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഗോസ്റ്റ് അത്. അതെങ്ങനെ ശരിയാവും? അതും അവർ പ്ലാൻ ചെയ്ത ഗോസ്റ്റ് ആണെങ്കിൽ ആ പാൽക്കാരൻ എവിടുന്ന് വന്നു? 5 പേരിൽ ഒരുത്തി മജീഷ്യൻ ആണല്ലോ. നീ കണ്ട പാൽക്കാരൻ അവളുടെ മായാജാലായിക്കൂടെ? നോ, അത് മായാജാലമൊന്നുമല്ല. അതൊരു പാൽക്കാരൻ തന്നെയായിരുന്നു. ഇതിനകത്തൊരു പുരുഷൻ എങ്ങനെ വന്നു? ആ പാൽക്കാരനെ പുരുഷനല്ല, പുരുഷവേഷം കെട്ടിയൊരു പെണ്ണാ. 5 പേരിൽ ഒരാള് പാൽപാത്രം എടുത്ത് പാൽക്കാരനായിട്ട് വേഷം മാറി വന്നതാവാം. നമ്മളെ ഭയപ്പെടുത്താൻ അവര് നന്നായി കളിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഭയപ്പെട്ടതോടെ അവര് ജയിച്ചല്ലോ. എനിക്ക് പനി പിടിച്ചതുവരെ അവര് നമ്മളെ കളിയാക്കാൻ ഉപയോഗിച്ചു. അവളമാർ അങ്ങനെ വിടരുത്. 5 മൂക്ക് കയറിടണം. ഇത്രയും കാലം ഈ ഹോസ്റ്റലിൽ നമ്മളായിരുന്നില്ല എല്ലാവർക്കും പേടി. ഇപ്പൊ 5 സുന്ദരിയെ കുറിച്ചാ ടോക്ക്. നമ്മൾ തന്നെയല്ലേ അവളുമാർക്ക് ആ പേരിട്ടത്. അതിപ്പോ വലിയ ഗ്യാങ് നെയിമായി മാറി. നമുക്കും ആവാലോ ഗ്യാങ് നെയിം. എന്തു പേര്? അവരഞ്ചാണെങ്കിൽ നമ്മൾ 3 പേര് മതി. 5 സുന്ദരികളാണെങ്കിൽ നമ്മൾ 3 റോസസ് ആണ്. 3 റോസസ്. 3 റോസസ്. നൈസ് നെയിം. ആ പേരത്ര നൈസല്ല. നമ്മൾ വെറും റോസാ പൂക്കളുമല്ല, തൊട്ടാൽ തറച്ചു കയറുന്ന മുള്ളുള്ള 3 റോസസ് ആണ് നമ്മൾ. സൂപ്പർ. നമ്മുടെ ഈ ഗ്യാങ് നെയിം കേട്ടാൽ ഈ ഹോസ്റ്റൽ കിടുങ്ങണം. 5 സുന്ദരികളെക്കാൾ ഈ ഹോസ്റ്റലിൽ അറിയപ്പെടേണ്ടത് 3 റോസസ് ആയിരിക്കണം. അങ്ങനെയുള്ള പണികളുമായിട്ടാണ് ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത്.